ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ വെർഗോന് വേണ്ടിയിട്ട് മന്ത്ലി ഫെബ്രുവരി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്ന മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ വീഡിയോസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് വേണമെച്ചാൽ ബുക്ക് ചെയ്യാം എൻ്റെ കൂടെ. പേഴ്സണൽ റീഡിങ്സിൽ അത് നിങ്ങളുടെ എനർജി മാത്രം ആണ് നമ്മൾ നോക്കാൻ പോണത്. ആൻഡ് നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ് ഈ റീഡിംഗ് ഉണ്ടാവുക. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അതുകൊണ്ട് പേയ്മെൻറ്റ് ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ എല്ലാം ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്ട് ചെയ്യണ ഡീറ്റെയിൽസ് ആൻഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യുക ആൻഡ് എന്നെ മെസ്സേജ് ചെയ്യുക. ആൻഡ് ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ മന്ത്ലി റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ മെസ്സേജസ് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ വെർഗോ, നിങ്ങളുടെ ഓവറോൾ എനർജി ഫെബ്രുവരി മാസത്തിൻ്റെ എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ഫെബ്രുവരി മാസത്തിൻ്റെ ഓവറോൾ എനർജി വെർഗോന് വേണ്ടിയിട്ട് എംപ്രസ്. നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ 9 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ കറണ്ട് എനർജി ഫെബ്രുവരി മാസത്തിൻ്റെ 4 ഓഫ് സോഡ്സ് ആണ്. ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ ഏറ്റവും വലിയ ബ്ലോക്ക് ഈ മാസം ഹൈ പ്രീസ്റ്റസ് ആണ്. നിങ്ങളുടെ അഡ്വൈസ് ഈ മാസം ക്വീൻ ഓഫ് സോഡ്സ് ആണ്. ഹിഡൻ ഫാക്ടർ, സർപ്രൈസ് ഫാക്ടറിൽ ഹൈറോഫാണ്ട് ആണ്. ആൻഡ് ഔട്ട്കം നമ്മൾ ഈ കാർഡ് പിന്നെ നമ്മൾക്ക് നോക്കാം എന്താണെന്ന്. പക്ഷെ നിങ്ങളുടെ ഓവറോൾ എനർജി എംപ്രസ് ആണ് വെർഗോ. ഇത് നല്ല ഒരു അബണ്ടൻസിന്റെ കാർഡാണ്. ഇതൊരു മദറുടെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഒരു മദർ ആണ് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ കുറേ നല്ല സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും ഈ മാസം. നിങ്ങളുടെ കുട്ടികളുടെ കൂടെ ഒരു നല്ല ഒരു ബോണ്ടിങ് ഉണ്ടാവും, ഒരു റിലേഷൻഷിപ്പ് നല്ല മാതിരി ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പാണ് ഞാൻ കാണുന്നത്. അതുമാത്രമല്ല നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ പൈസയുടെ കാര്യത്തിലും കുറേ സക്സസ് ഉണ്ട് ഈ മാസം. ഓക്കെ. ആൻഡ് എംപ്രസ് ഒരു നല്ല ഒരു പവർഫുൾ എനർജിയാണ് എംപ്രസിന്റെ എനർജി. അപ്പോൾ ഈ മാസം നിങ്ങൾ സിംഗിൾ ആണ് വെച്ചാൽ കുറേ ഒരു അട്രാക്ഷൻ ഉണ്ടാവും വേറെ ആൾക്കാർക്ക് നിങ്ങളുടെ അടുത്ത്. ഓക്കെ. അപ്പോൾ ആ ഒരു അട്രാക്റ്റീവ് എനർജിയിലാണ് നിങ്ങൾ ഈ മാസം. ഫെർട്ടിലിറ്റിയുടെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചിലവർ പ്രഗ്നന്റ് ആവാൻ നോക്കുന്നുണ്ട് വെച്ചാൽ ഈ മാസം നല്ല പോസിറ്റീവ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ ഒരു ഗുഡ് ന്യൂസ് വരാൻ ചാൻസ് ഉണ്ട് ഈ മാസം. ഓക്കെ. എംപ്രസ് ഏസ് സോഡ്, എസ്പെഷ്യലി നിങ്ങൾ കുറേ സമയമായിട്ട് ട്രൈ ചെയ്ത് പ്രഗ്നന്റ് ആവണ്ടായില്ല വെച്ചാൽ ഈ മാസം എസ്പെഷ്യലി നിങ്ങൾക്ക് ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാവും. ആൻഡ് നിങ്ങളുടെ ഡോക്ടറുടെ അടുത്ത് നിങ്ങൾ കൺസൾട്ട് ചെയ്താൽ എന്തോ ഒരു പോസിറ്റീവ് ന്യൂസും ഉണ്ടാവും. അതല്ലാണ്ട് ഒരു പുതിയ ബിഗിനിങ് ഞാനിവിടെ കാണുന്നുണ്ട്. ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ആൻഡ് ഇതിൻ്റെ മുമ്പേ നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടാവും, പക്ഷെ ആ സമയത്ത് കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്തില്ല. അപ്പോൾ ഇതൊരു റിലേഷൻഷിപ്പ് ആയിരുന്നു വെച്ചാൽ നിങ്ങൾ ഏതോ ഒരു പേഴ്സണെ മിസ് ചെയ്യണു. ആ പേഴ്സണെ കുറിച്ചാണ് നിങ്ങൾ കണ്ടിന്യൂസ്ലി നിങ്ങളുടെ മനസ്സിൽ ആ പേഴ്സൺ തന്നെയാണ്, പക്ഷെ അതെന്തോ വർക്ക്ഔട്ട് ചെയ്തില്ല പാസ്റ്റിൽ. ഇപ്പോൾ ഞാൻ കാണുന്നത് ഒരു പുതിയ ബിഗിനിങ് ആണ്. ഇപ്പൊ ഈ പുതിയ ബിഗിനിങ് എന്ന് പറഞ്ഞാൽ ആ സെയിം പേഴ്സൺ തിരിച്ചു വരണ എനർജി ആയിരിക്കാം. അതല്ല ഒരു പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്, അതും ആവാം. പക്ഷെ ഇത് റൊമാൻറ്റിക് കാര്യം അല്ല വെച്ചാൽ എന്തോ ഒരു ജോലിയുടെ കാര്യമായിരുന്നു വെച്ചാൽ നിങ്ങൾ എന്തോ ഒരു ഓപ്പർച്യൂണിറ്റി പാസ്റ്റിൽ മിസ് ചെയ്തത്. ഇപ്പൊ നിങ്ങൾക്കൊരു പുതിയ ഓപ്പർച്യൂണിറ്റി, ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. ഓക്കെ. 9 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ പാസ്റ്റിൽ. അപ്പൊ 9 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു സിംഗിൾ എനർജി, ഇൻഡിപെൻഡന്റ് എനർജിയാണ്. ഫിനാൻഷ്യലി നല്ല സമയമായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാസ്റ്റിൽ. ഫിനാൻഷ്യലി ഞാൻ അങ്ങനെ ഒരു കുഴപ്പമൊന്നും കാണില്ല അവിടെ. പക്ഷെ എന്തോ നിങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ നിങ്ങളൊരു ജോലിയിലായിരുന്നു വെച്ചാൽ, ഒരു ജോബിലാണ് വെച്ചാൽ നിങ്ങൾ മേ ബി നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങണം എന്നുണ്ടായിരുന്നു.
പക്ഷെ അതിന് വേണ്ടിയിട്ട് എന്തോ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റിനായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക, ഓരൽസ് ശരിയായ സമയമാവുമ്പോൾ നിങ്ങൾ തുടങ്ങും, ബിസിനസ് തുടങ്ങും, എന്തെങ്കിലും ഇൻഡിപെൻഡന്റ് ആയി ചെയ്യണം എന്നുണ്ടാവും. അപ്പോൾ ആ വെയിറ്റിംഗ് ഞാൻ ഇവിടെ കാണുന്നുണ്ട്, ഒരു വെയിറ്റിംഗ് എനർജിയാണ്. ഇവിടെ കുറെ കോമ്പറ്റീഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തോ ഒരു ഡിസ്പ്യൂട്ട് ഞാൻ കാണുന്നുണ്ട്. മേ ബി നിങ്ങളുടെ തുടക്കത്തിൽ പറഞ്ഞ ആ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് എന്തോ ഒരു ബ്ലോക്ക് ഉണ്ടാവും. ആൻഡ് ആ ബ്ലോക്ക് മാറാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ടായിരുന്നത്. ഇപ്പോൾ ഇതൊരു റിലേഷൻഷിപ്പിന്റെ കാര്യമാണ് വെച്ചാൽ ഞാൻ കാണുന്നത്, നിങ്ങൾ വെയിറ്റ് ചെയ്യണത് എന്താ വെച്ചാൽ കുറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് പാസ്റ്റിൽ. പക്ഷെ നിങ്ങൾക്ക് ആ പെർഫെക്റ്റ് സോൾമേറ്റ് പറഞ്ഞാൽ നിങ്ങളുടെ ആ സോൾമേറ്റ്, നിങ്ങൾക്കൊരു കണക്ഷൻ, ജെന്വിൻ കണക്ഷൻ ഫീൽ ചെയ്യാനുള്ള അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ഇതുവരെ അങ്ങനത്തെ ഒരു പേഴ്സണെ മീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യണു എന്നുവെച്ചാൽ ശരിയായ സമയമാവുമ്പോൾ നിങ്ങൾ ഒരു സ്പെഷ്യൽ പേഴ്സണെ മീറ്റ് ചെയ്യുന്ന ഒരു ഹോപ്പ് ഉണ്ട് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട്, ആ പേഴ്സണിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. കറണ്ട് എനർജിയിൽ 4 swords ആണ്. അപ്പോൾ 4 swords ഒരു ബ്രേക്കിന്റെ എനർജിയാണ്. അപ്പോൾ അഗൈൻ നിങ്ങൾ ഒരു പുതിയ ബിസിനസ് തുടങ്ങണം എന്ന് നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു വെച്ചാൽ ഈ മാസം നിങ്ങൾ ചിലപ്പോൾ ആ തീരുമാനം എടുക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾ ജോലി വിട്ടിട്ട് ഒരു പുതിയ ജോലിക്കായിരിക്കും നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടാവുക, ഇല്ലെങ്കിൽ ഒരു പുതിയ പറഞ്ഞ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവുക. ഈ മാസം നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് എടുക്കാനുള്ള ധൈര്യം ഉണ്ടാവും. പക്ഷെ ഇവിടെ 4 swords ചില സമയത്ത് ഒരു ബ്രേക്കിന്റെ എനർജി ആവാം. നിങ്ങൾ ജോലിയിൽ കുറെ ടെൻഷനായിട്ട് ഒരു വെക്കേഷൻ എടുക്കാൻ ഡിസൈഡ് ചെയ്യുന്നുണ്ടാവും. അതല്ല വെച്ചാൽ ഹെൽത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സൂക്ഷിക്കാനുണ്ട് ഈ മാസം. ഹെൽത്ത് ചിലപ്പോൾ കുറച്ച് വിഷമങ്ങൾ ഉണ്ടാവാൻ വഴിയുണ്ട്. ആൻഡ് അതിന്റെ കാരണം നിങ്ങളുടെ ജോലി മിസ്സാവും, പറഞ്ഞാൽ ഒരു സിക്ക് ലീവ് ഉണ്ടാവും. അപ്പൊ അത് ഞാൻ ഇവിടെ കാണുന്നുണ്ട്. നല്ല പോലെ റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്തെങ്കിലും വിഷമം ഉണ്ടെച്ചാൽ ഡോക്ടറിനെ മീറ്റ് ചെയ്യുക, അതിനെ ഇഗ്നോർ ചെയ്യരുത്. ഇല്ലച്ചാൽ അത് പിന്നെ പോയി അത് ഒരു വലിയ കാര്യമാവാൻ വഴിയുണ്ട്. അത് മാത്രല്ല, ഇതൊരു റൊമാൻറ്റിക് സിറ്റുവേഷനിൽ ഒരു ബ്രേക്ക് ആയിരിക്കാം, ഒരു സെപ്പറേഷൻ ആയിരിക്കാം. അപ്പൊ നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു പേഴ്സൺ ഇഷ്ടമായിരുന്നു വെച്ചാൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തോ ഒരു വഴക്കുണ്ടായി. ആൻഡ് അതിന്റെ കാരണം ഇപ്പോ ഞാൻ കാണുന്നത് ഒരു സെപ്പറേഷൻ ആണ്. അപ്പൊ ഈ 4 swords എന്താണ് ഇവിടെ? ക്വീൻ ഓഫ് വാൻഡ്സ്. ഞാൻ ഇവിടെ ഒരു ഫയർ സൈൻ ആണ് കാണുന്നത്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ആൻഡ് ഇവിടെ നൈറ്റ് ഓഫ് പെന്റിക്കിൾസ്. അപ്പൊ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു എനർജിയിൽ തന്നെ ഡിഫറൻസ് ഉണ്ട്. ഈ പേഴ്സന്റെ എനർജി ക്വീൻ ഓഫ് വാൻഡ്സ് ആണ്, നിങ്ങളുടെ എനർജി നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് ആണ്. അപ്പൊ നിങ്ങൾ രണ്ടാളും വേറെ പറഞ്ഞാൽ നിങ്ങളുടെ രണ്ടാളുടെയും എക്സ്പെക്ടേഷൻസ് വേറെയാണ് ഒരു റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ എനർജി വേറെയാണ്, ഒരു കമ്പാറ്റബിലിറ്റി ഇഷ്യൂം ഉണ്ടാവും. അപ്പോൾ അതിന്റെ കാരണം ഇവിടെ ഞാനൊരു ഒരു ബ്രേക്കാണ് ഞാൻ കാണുന്നത്. മേ ബി നിങ്ങളിപ്പോൾ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിലായിരിക്കാം, പക്ഷെ ഫ്യൂച്ചറിൽ ഞാനൊരു പുതിയ ബിഗിനിങ് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏസ് ഓഫ് പെന്റിക്കിൾസ് ഒരു സ്റ്റേബിൾ ന്യൂ ബിഗിനിങ് ആണ്, ഒരു പുതിയ ബിഗിനിങ് ആണ്. ഇതിപ്പോൾ ഒരു ഫിനാൻഷ്യൽ ബിഗിനിങ്ങും ആവാം, ഒരു പുതിയ ജോലി, ഇല്ല ഞാൻ പറഞ്ഞ മാതിരി ഒരു ബിസിനസ് ആവാം. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല, ഓരൽസ് നിങ്ങൾ വേറെ എവിടെയാണ് നിങ്ങളുടെ ശ്രദ്ധ, അതുകൊണ്ട് നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റീനെ മിസ് ചെയ്യണു. അത് സൂക്ഷിക്കണം. എന്നുവെച്ചാൽ ചിലപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിരിക്കും, പക്ഷെ നിങ്ങളുടെ ശ്രദ്ധ ഇല്ലാണ്ട് നിങ്ങൾ അതിനെ മിസ് ചെയ്യണ എനർജി ഞാൻ കാണുന്നുണ്ട്. ഡെത്ത് ഇവിടെ ഒരു എൻഡിങ് എന്നൊരു പുതിയ ബിഗിനിങ് ആണ്. അപ്പോൾ ഏതോ ഒരു റൊമാൻറ്റിക് സിറ്റുവേഷൻ ആണ് വെച്ചാൽ ഏതോ ഒരു പേഴ്സന്റെ കൂടെ ഒരു എൻഡിങ് ഉണ്ട്, പക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ബിഗിനിങ്ങും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണ നെക്സ്റ്റ് പേഴ്സൺ ഒരു പുതിയ പേഴ്സൺ ആണ്, ഇത് പാസ്റ്റ് പേഴ്സൺ അല്ല. ജോലിയുടെ കാര്യത്തിലും എന്തോ എൻഡ് ചെയ്തിട്ട് നിങ്ങൾ ഇപ്പോൾ ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് പോണത്, ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. ഇതൊരു ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും, ഇല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഓഫർ ആയിരിക്കും, പക്ഷെ നിങ്ങൾ അതിന് അത്ര നിങ്ങളുടെ ശ്രദ്ധ ഇല്ല. അപ്പൊ അത് സൂക്ഷിക്കണം. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം ഹൈ പ്രീസ്റ്റസ്. നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷന്റെ വോയിസ് അല്ല കേൾക്കണം ഈ മാസം. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്തോ നിങ്ങളോട് പറയാൻ ശ്രമിക്കണു. എസ്പെഷ്യലി ഈ കാര്യത്തിൽ, ഈ പുതിയ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം ആ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലതാണെന്ന്, പക്ഷെ നിങ്ങൾ അതിനെ ഇഗ്നോർ ആണ് ചെയ്യണത്. നിങ്ങൾ അതിനെ വേണിച്ചിട്ട് പറഞ്ഞാൽ അതിനെ റിജക്റ്റ് ആണ് ചെയ്യണത്. അത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയണ്ട അത് ചെയ്യണ്ടെന്ന്, പക്ഷെ നിങ്ങൾ അതിന് അത്ര ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളുടെ ശ്രദ്ധ വേറെ എവിടെയാണ്. ഹൈ പ്രീസ്റ്റസ് അതാണ് ചാലഞ്ച്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷന്റെ വോയിസ് കേൾക്കാനാണ്
പറയണത് ഇവിടെ. അത് മാത്രമല്ല, റൊമാൻറ്റിക് സിറ്റുവേഷനിൽ ഞാൻ കാണുന്നത് എന്തോ ഒരു സീക്രട്ട് പുറത്തു വരാൻ പോകുന്നുണ്ട്, എന്തോ ഒരു കാര്യം പുറത്തു വരാൻ പോകുന്നുണ്ട്. അതിൻ്റെ കാരണം ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ ഒരു റിജക്ഷൻ, ഒരു ഡിസപ്പോയിൻമെന്റ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് മെസ്സേജ് വേറെ മാതിരി ആയിരിക്കും. കരിയറിന് വേണ്ടിയിട്ട് ഇതൊരു വേറെ മെസ്സേജാണ്. ഞാൻ പറഞ്ഞ മാതിരി ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് ഗൈഡ് ചെയ്യുന്നുണ്ട്, അതിനെ കേക്ക്. പക്ഷെ ഇതൊരു റൊമാൻറ്റിക് സിറ്റുവേഷൻ ആണ് വെച്ചാൽ എന്തോ ഒരു സീക്രട്ട് പുറത്തു വരാൻ പോകുന്നുണ്ട്. ആൻഡ് ആ സീക്രട്ട് പുറത്തു വരുമ്പോൾ നിങ്ങൾ കുറെ ഡിസപ്പോയിന്റഡ് ആവാൻ പോകുന്നുണ്ട്. ആൻഡ് അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് വെച്ചാൽ നിങ്ങൾ ലോ ആയിട്ടാണ് ഫീൽ ചെയ്യണത്. നിങ്ങളുടെ അഡ്വൈസ് ക്വീൻ ഓഫ് സോഡ്സ് ആണ്. അപ്പൊ ക്വീൻ ഓഫ് സോഡ്സ് ഒരു ഡിറക്റ്റ് പേഴ്സന്റെ എനർജി ആണ്. ഈ പേഴ്സൺ എപ്പോഴും പറയുമ്പോൾ ഡിസിഷൻസ് എല്ലാം എടുക്കുമ്പോൾ കുറെ ഡിറക്റ്റ് ആണ്. അവര് ഇമോഷണൽ ആയിട്ടല്ല ഡിസിഷൻസ് എടുക്കാറ്. അപ്പൊ നിങ്ങളുടെ അഡ്വൈസ് ഈ മാസം ഒരു ക്വീൻ ഓഫ് സോഡ്സിന്റെ എനർജി എടുക്കാനാണ് യൂണിവേഴ്സ് പറയണത്. ക്വീൻ ഓഫ് സോഡ്സ് കുറെ ഒരു ഡിറക്റ്റ് ആയിട്ട് പേഴ്സൺ, ക്ലിയർ ആയി പേഴ്സൺ, പറഞ്ഞ ക്ലാരിറ്റി ഇല്ല പേഴ്സൺ, അങ്ങനത്തെ ഒരു എനർജി യൂസ് ചെയ്യാനാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയണത്. എസ്പെഷ്യലി കരിയറുടെ കാര്യത്തിൽ ഒന്നിലും കോംപ്രമൈസ് ചെയ്യരുത്. എന്നുവെച്ചാൽ എന്തോ ഒരു ടോക്സിക് സിറ്റുവേഷനിലാണ് നിങ്ങൾ. എന്തോ ഒരു ഡിസിഷൻ നിങ്ങൾ വാണിച്ചിട്ട് അത് റിജക്റ്റ് ചെയ്യണോ ഇല്ല വെച്ചാൽ എന്തോ ഒരു ശരിയല്ലാത്ത ഇവിടെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ എന്താ നിങ്ങൾക്ക് സൂട്ട് ചെയ്യണം വെച്ചാൽ, എന്താ നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നല്ലതാണ് വെച്ചാൽ അതിനെ ഒരു ഇമോഷണൽ ആയിട്ട് ഡിസിഷൻ എടുക്കരുത്. ഓക്കെ, അതാണ് ഇവിടെ പറയാനുള്ളത്. എന്നുവെച്ചാൽ എന്തോ ഒരു കാര്യം ഒരു നല്ല ഓഫർ വരാൻ പോകുന്നുണ്ട്, അത് പക്ഷെ നിങ്ങൾ റിജക്റ്റ് ചെയ്യണു. ആ ഡിസിഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതൊരു ബാക്ക് ഫയറിങ് ആ ഡിസിഷൻ. പിന്നെ നിങ്ങൾക്ക് അതിനെ കുറിച്ച് റിഗ്രറ്റ് ഉണ്ടാവും. അത് മാത്രമല്ല, നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഒരു ഫാമിലി സിറ്റുവേഷൻ കുറെ ടോക്സിക് ആണ്. അതല്ല വെച്ചാൽ ഒരു പാർട്ട്ണർഷിപ്പ്, നിങ്ങൾ ഒരു റൊമാൻറ്റിക് സിറ്റുവേഷനിലാണ് വെച്ചാൽ ഈ പേഴ്സൺ, നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ എന്തോ ആ പേഴ്സന്റെ എനർജിയിൽ എന്തോ ശരിയല്ല. അവർ ഓൾറെഡി മാരീഡ് ആയിരിക്കാം, ഓറൽസ് അവരുടെ ഫാമിലി കുറെ ഈ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് വെച്ചാൽ യൂണിവേഴ്സ് നിങ്ങളോട് ഒരു ഫേം ആയിട്ട് ഡിസിഷൻ എടുക്കാനാണ് പറയണത്. ഇവിടെ ഇമോഷണൽ ആവാനുള്ള സമയമല്ല, കുറച്ചൊരു പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ചിലവർക്ക് വേണ്ടിയിട്ട് ഇത് നിങ്ങൾക്ക് ആ പേഴ്സണെ കട്ട് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അഡ്വൈസ് വരണത്. ഹിഡൻ ഫാക്ടറിൽ ഹൈറോഫാന്റ് ആണ്. അഗൈൻ ഇത് ട്രഡീഷൻസിന്റെ എനർജിയാണ്, സൊസൈറ്റിയുടെ എനർജിയാണ്, മാരേജിന്റെ എനർജിയാണ്. ഹൈറോഫാന്റ് ഇവിടെ എന്തുകൊണ്ടാണ് ഹിഡൻ ഫാക്ടറിൽ? അപ്പോൾ എന്തോ ഡെഫിനറ്റ്ലി ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. ഓക്കെ, ഇത് ഫാമിലിയുടെ കാര്യത്തിലായിരിക്കാം ഹാർട്ട് ബ്രേക്ക്. അതല്ല വെച്ചാൽ ഒരു റിലേഷൻഷിപ്പ്, ഒരു മാരേജ് ഇല്ല വെച്ചാൽ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിൽ എന്തോ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ട് ഇവിടെ. പക്ഷെ നിങ്ങൾ അതിനെ ഓവർകം ചെയ്യും. ഇതിനെ നിങ്ങൾ മുമ്പോട്ട് പോകും. അത് അത്ര പ്രശ്നം ഉണ്ടാവാൻ പോവില്ല. പറഞ്ഞ ഫ്യൂച്ചറിൽ നിങ്ങൾ ഈ സിറ്റുവേഷന് പുറത്തു വരും. ഓക്കെ, നിങ്ങളുടെ ഔട്ട്കം ഈ മാസം 10 of Wands. അപ്പോൾ 10 of Wands ഒരു ബ്യൂട്ടിഫുൾ എനർജിയാണ്. നിങ്ങൾ ഫൈനലി എല്ലാം ബാഗേജ്, എല്ലാം വർക്ക് ചെയ്യാത്ത സിറ്റുവേഷൻസ്, നിങ്ങളുടെ ലൈഫിൽ ഫ്യൂച്ചറിൽ ബാധിക്കണ നെഗറ്റീവായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിന് ഇപ്പോൾ പുറത്താവണു. ഓക്കെ, അപ്പോൾ ഒരു ഡിഫിക്കൾട്ട് സമയത്തിന്റെ എൻഡിന്റെ ഇൻഡിക്കേഷൻ ആണ് 10 of Wands. അപ്പോൾ ഈ മാസം കുറച്ച് പേഷ്യൻ്റ്ലി ഈ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുക. എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് വരാൻ പോണ സമയം ഹീലിംഗിന്റെ സമയമാണ്, ടെമ്പറൻസ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ആ ബാലൻസ് കിട്ടാൻ പോണേ. ഈ സിറ്റുവേഷന്റെ എൻഡ് ഈ മാസം ഉണ്ടാവാൻ പോകുന്നുണ്ട്. അത് എൻഡായി കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ഹീലിംഗ് എനർജിയിലേക്കാണ് പോണേ. കുറെ ഓവർ തിങ്കിങ് ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ, കുറെ നിങ്ങൾ സ്ട്രെസ് എടുക്കണു. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് സ്ട്രെസ് എടുക്കാണ്ട് ഈ സിറ്റുവേഷന് പ്രാക്ടിക്കലായിട്ട് ഡീൽ ചെയ്യാനാണ് അഡ്വൈസ് തരണത്. അപ്പോൾ എന്താണ്, നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് രാത്രി ശരിക്കും ഉറക്കമില്ല. ഓക്കെ, അതും ഞാൻ ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ സ്ട്രെസ് എടുത്തിട്ട് കാര്യമില്ല. എന്താ ഡിസിഷൻസ് എടുക്കേണ്ട വെച്ചാൽ നമ്മൾക്ക് എടുക്കേണ്ടി വരും. അതിൽ ഇപ്പോൾ വേറെ ഒരു വഴിയില്ല. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പ്രാക്ടിക്കൽ ആവാനാണ് പറയണത് ഈ സിറ്റുവേഷനിൽ. എന്താണ് നിങ്ങളുടെ ഇവിടെ മെസ്സേജ്? വർത്ത്. You deserve goodness, you are worthy of love and blessings.
It is your birthright, regardless of your belief. Grace, guidance, and gifts created just for you await your open heart. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണ ബ്ലെസ്സിങ്സിനെ ആക്സെപ്റ്റ് ചെയ്യുക ആൻഡ് അതിനെ ഒരു ഓപ്പൺ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ എവിടെയോ നിങ്ങളുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഈ മാസം ലോ ആണ്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവും. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വർത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ബിലീഫ് ഉണ്ടാവണം. അത് എനിക്ക് എല്ലാം നല്ല കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ വരും എന്ന ആ ബിലീഫ് ഉണ്ടാവുമ്പോഴാണ് നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അട്രാക്ട് ചെയ്യുക. അപ്പോൾ പോസിറ്റീവായി ഒരു അപ്രോച്ച് വെക്കുക ലൈഫിൽ. ഈ ഡിഫിക്കൾട്ട് സമയമാണെന്ന് എനിക്ക് അറിയാം. ആൻഡ് ഇങ്ങനത്തെ ഒരു സമയത്തിൽ പോസിറ്റീവ് ചിന്തിക്കാൻ അതും ഡിഫിക്കൾട്ട് ആയിരിക്കും. ബട്ട് ട്രൈ ചെയ്യുക. എത്രയും നിങ്ങൾ പോസിറ്റീവായി നിങ്ങളുടെ മനസ്സ് വെക്കണോ അത്രയും നല്ലത്. ആൻഡ് വെർഗോ, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇവിടെ ഞാൻ സൈൻസ് കാണുന്നത് സ്കോർപിയോ, സാജിറ്റേറിയസ്, കാപ്രിക്കോൺ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ കുറേ ഉണ്ട്. ഫയർ സൈൻസും ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.